1985 കാലം കലാകൗമുദിക്ക് വേണ്ടി ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ഞാൻ നടന്ന സമയത്ത് ഈ ചാലക്കുടി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്ത് പോയി ഒരു കവർ സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം അതിരപ്പള്ളി എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചുവെന്ന്. മരണം കാത്ത് ഒരു ജലപാതം എന്നായിരുന്നു കവർ സ്റ്റോറിയുടെ തലക്കെട്ട്. ഇന്നും ഞാൻ ഓർക്കണം, എത്രയോ കൊല്ലങ്ങൾ കടന്നുപോയി. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, അതിരപ്പള്ളിയിലെ ജൈവ വൈവിധ്യത്തിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിരപ്പള്ളിയിൽ നിന്ന്. നമ്മുടെ റിപ്പോർട്ടർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കുറച്ച് ദിവസം ഒരു കാരണവുമില്ലാതെ വ്യാജ കേസിൻ്റെ പേരിൽ അകത്ത് കിടന്ന നമ്മുടെ അതിരപ്പള്ളി റിപ്പോർട്ടറിലെ റൂബിൻലാൽ, അദ്ദേഹം പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ ഞാൻ കാണിച്ചു തരുന്നത്. ശക്തമായ മഴയിൽ പെരിങ്ങൽകുത്ത് ഡാം ഇന്നലെ തുറന്നിരുന്നു. ഡാമിലെ ഷട്ടറുകൾ തുറന്നു. ചാലക്കുടി പുഴയിലേക്ക് വെള്ളമൊഴുക്കിയതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിൻ്റെ എല്ലാ സൗന്ദര്യവും വീണ്ടെടുത്തു. ആ ഒരു മഹാജലപാതം അതിൻ്റെ മുഴുവൻ ശക്തിയിലും സൗന്ദര്യം ആവാഹിച്ചെടുക്കുന്ന ആ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങളും ആസ്വദിച്ചോളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ അപൂർവമായ ചാരുതയാണ് പ്രേക്ഷകരിലേക്ക് നിങ്ങൾ സന്നിവേശിപ്പിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം.